ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ സ്വന്തം റാവുത്തർ ബിരിയാണി അതായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ മാത്രമായിട്ടുള്ളൊരു വികാരമാണിത്, റാവുത്തർ ബിരിയാണി അല്ലേ. ഒരു ബിരിയാണിൻ്റെ ഉത്ഭവം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നിന്നാണ് കേട്ടോ, എങ്കിലും നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ സ്വന്തം തന്നെയാണ്. അപ്പോൾ അതാ ഇതുപോലെ കച്ചമ്പറൊക്കെ കൂട്ടി കഴിക്കാനും. കച്ചമ്പറിന് ഇവിടെ നമ്മൾ തൈര് ചട്ടിനി എന്ന് കേട്ടോ പറയല്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയലുണ്ടോ? കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടേ ബാക്കി ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി കഴിച്ചു നോക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുത്ത് പകുതിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 250-300 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും കുറച്ചൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു 7, 8, 9 വിസിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ അരിഞ്ഞിട്ട്. ഇനി ഇതുപോലെ തക്കാളി ഇങ്ങനെ 2 അരിഞ്ഞിട്ടും 2 പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയുള്ളി ചതച്ചെടുത്തതാണ്, ഇത് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മല്ലിയിലയും പുതിനയിലയും നമുക്ക് എത്രത്തോളം ഇടാൻ പറ്റും അത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു അരിയാണ് കേട്ടോ ഇതിന് ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ചുവട് കട്ടിയുള്ള ഒരു ചട്ടി ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, വലിയ ജീരകം, ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ തന്നെ വഴണ്ടേനെ കേട്ടോ. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അളവാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് വാടി വരണം കേട്ടോ. നല്ലപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ അടുത്തത് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 10 ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 2 പച്ചമുളക് കൂടി അങ്ങനെ മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് തക്കാളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കാം. ഇനി ഈ തക്കാളി എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ തന്നെ വെന്ത് വരണം കേട്ടോ, നല്ലപോലെ വാടണേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നല്ലപോലെ തന്നെ അത്യാവശ്യമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ള തക്കാളിയില്ലേ, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. എണ്ണ തെളിഞ്ഞിങ്ങനെ വരണം, തക്കാളി നല്ലപോലെ വെന്തിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊടികളാണ്. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ, ഈ ബിരിയാണിയുടെ മെയിൻ ഐറ്റം ഈ ഒരു ഗരം മസാല പൗഡറാണ് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ തന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് മതി കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ബീഫിലേക്ക് ഈ മസാല നല്ലപോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ തന്നെ ബീഫൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ മസാലയിലൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത അരിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ 5 ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. ഇനി നിങ്ങളിത് വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 4.5 ഗ്ലാസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് 5 ഗ്ലാസ് വെള്ളം മുഴുവനായി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതി ചെറുനാരങ്ങൻ്റെ നീര് ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് ഇതങ്ങനെ ലെവലാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊരു 20-25 മിനിറ്റോളം ദമ്മിലിടാം കേട്ടോ. 20-25 മിനിറ്റ് എന്ന് പറഞ്ഞത് ഗ്യാസ് സ്റ്റൗവിലായതുകൊണ്ടാണ്. അടുപ്പിലാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് മതിയാവും കേട്ടോ. അത്യാവശ്യം ചൂട് നമുക്ക് അടുപ്പിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ അത്ര കിട്ടില്ല, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഒരു 25 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാട് റാവുത്തർ ബിരിയാണി ഇവിടെ നല്ല അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. ഇനി ബീഫിന് പകരം ചിക്കനോ മട്ടനോ എന്തെടുത്തിട്ടാണെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.